പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് അമ്മയായ ഒരാൾക്ക് നല്ല രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഒരു എല്ലാ രീതിയിലും വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും നല്ല രീതിയിൽ വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ വേറൊരാളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ PHC നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ ആശാവർക്കർമാരായാലും ഈ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കാനൊക്കെ വീട്ടിൽ വരും. അതുപോലെ അവരെ PHC വിളിച്ചായാലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് പറഞ്ഞു തരുന്നവർ തന്നെ അല്ലെങ്കിൽ ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്നവർ തന്നെ ഈ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്താണെന്നും പോസ്റ്റ്മോർട്ടം പീരീഡിലെ ഈ അമ്മമാരുടെ ഇമോഷൻസ് എന്താണെന്നും ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരെ നോക്കുന്നവർക്കും പിന്നെ അവരുടെ ഹസ്ബൻഡിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ പഴയ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. കാരണം ഇപ്പോഴാണല്ലോ ഈ പോസ്റ്റ്മോർട്ടത്തിന് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ അമ്മമാരിൽ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാർക്ക് നമ്മളിപ്പോൾ അത് പറഞ്ഞാലോ അവർ നമ്മൾ പറയുന്ന സെൻസിലെടുക്കണമെന്നോ അവർ നമ്മൾ പറയുന്നത് പോലെ അത് മനസ്സിലാക്കണമെന്നോ ഇല്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ ആശാവർക്കർമാരോ അല്ലെങ്കിൽ ഹെൽത്തിലെ ആൾക്കാരോ ഒരു ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വിസിറ്റിന് വരുമ്പോഴൊക്കെ ഈ നമ്മുടെ ഫാമിലിയോടും കൂടെ എന്താണ് പോസ്റ്റ്മോർട്ടം ആ സമയത്ത് എങ്ങനെ ഇവർ നോക്കണം എന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പുതിയതായിട്ട് അമ്മയായ ആൾക്ക് അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഹെൽത്തിൽ നിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ.